ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെക്കൗട്ടാണ്. രാവിലെ 8 മണിയായ കേട്ടോ, 8:30 മണിയായി. ഇന്ന് നമുക്ക് 8:30 ആയ 9 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് കരുതി ഇന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോകാമെന്ന് കരുതി. ഇന്ന് നമ്മളെങ്ങും എത്തത്തില്ല, കാരണം കാറ് 10,000 കിലോമീറ്റർ ഫസ്റ്റ് സർവീസാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തഞ്ചാവൂർ എന്തോ പോയപ്പോഴും കുംഭകോണത്ത് പോയപ്പോഴും അത് 5,000 സർവീസ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ സർവീസ് ഇപ്പോഴാണ് 10,000. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴെ പോയിട്ട് ഒന്നുകിൽ ബരേലി അല്ലെങ്കിൽ എന്തെന്ന് ഹൽദ്വാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടിടത്തും സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ കൊടുക്കണം. കൊടുത്തിട്ട് എപ്പോൾ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല. അത് കിട്ടിയാലേ നമുക്കിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റൂ, അല്ലെങ്കിൽ താഴെ തന്നെ റൂം എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഏട്ടൻ എന്നെ ഹിമാലയം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. ആ കാണുന്ന മലയാണോ ഹിമാലയ? ഇവിടെ നിന്നാലും ഹിമാലയ കാണാം. അപ്പോൾ നമ്മൾ ചെക്കൗട്ടാണ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നമുക്ക് എത്ര ദിവസം ഒന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, പോയാലേ പറ്റത്തുള്ളൂ. പക്ഷേ വൺസ് വരും, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വരും. കുറച്ച് പേരൂടെ വേണം അല്ലേ? നമ്മൾ 3 പേരും ആയപ്പോൾ ഭയങ്കര വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഗസ്റ്റുകളുണ്ടെന്നോ? എന്തായാലും ന്യൂ ഇയർ അല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ എന്തായാലും ബ്രെഡും ഓംലെറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്പലത്തിലൊന്നും കയറുന്നില്ലല്ലോ, അപ്പോൾ നോൺ വെജൊക്കെ കഴിക്കാം. ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. വേറെ KFC ഇതൊക്കെ കാണിച്ച് കൊടുക്കാമെന്നും പറഞ്ഞാണ് വന്നത് കേട്ടോ. നിങ്ങളുടെ മുടി കെട്ടണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ ഇനിയിപ്പോൾ ഹിമാലയത്തിൽ പോകണ്ടല്ലോ, ഇവിടെ നിന്ന് കണ്ടാൽ മതിയല്ല. ഇവിടെ നിന്ന് അടുത്താട്ടോ കാശ്മീർ, ഇവിടെ നിന്ന് അടുത്താണ്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ പോകാൻ പറ്റില്ലല്ലോ. നേപ്പാൾ ബോർഡറൊക്കെ അടുത്താണ്. ഞാൻ ഇട്ടിരിക്കുന്നത് വസ്ത്രയുടെ കോട്ട് സെറ്റാട്ടോ. വസ്ത്രയുടെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇപ്രാവശ്യം അടിച്ചു മാറ്റി. ഇത് വസ്ത്രയുടെയാണ്, വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഏതോ 1-2 സൈസസ് അവൈലബിൾ ആണ്. ഇന്ന് സ്ലീവൊക്കെ ഉണ്ട്. സ്ലീവിനെയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. വെയിലുള്ളിട്ട് നോക്കിയിരിക്കാം, അപ്പം ചൂട് കിട്ടും. തിരിഞ്ഞിരിക്കാം. എന്നിട്ട് മുഖത്തടിക്കും, മുഖം കറുത്തു. ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചേക്കാണ്. അയ്യോ തണുപ്പ്, മഞ്ഞ് വെള്ളമായിരുന്നെന്ന് തോന്നുന്നു. ഇല്ല, അതിൻ്റെ തണുപ്പാണ്. ഞാൻ കരുതി വെള്ളമായിരുന്നെന്ന്. തണുക്കുന്നു. എടാ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്, വെയിൽ മുഖത്തടിക്കും. തിരിഞ്ഞിട്ടേ അരെ ചൂല് നോക്ക്. ബയ്യാ ദേക്കോ ഒന്ന് ചൂല് എന്തിൻ്റെ ലീഫാന്ന് തോന്നുന്നത്? ഞാൻ ഇവിടെ ചോദിക്കാൻ മറന്നൂടല്ല. ചൂല് പനയാണെന്ന് തോന്നുന്നു. വേദയും ഏട്ടനും ബ്രെഡ് ടോസ്റ്റും, വേദയ്ക്ക് ഓംലെറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ ഒരു ഓംലെറ്റും പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഓംലെറ്റ് മാത്രമേ പറഞ്ഞുള്ളേ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബട്ടർ ഉണ്ടോ? ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ബാഗ് ആദ്യം കൊണ്ടുവച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാമെന്ന് പറയും. നല്ല ലഗേജ് ഉണ്ട് കേട്ടോ. അപ്പം കാറിങ്ങ് മുകളിലാണ് കിടക്കുന്നത്. നമ്മുടെ പുള്ളിയുടെ കാറിൽ ലഗേജ് മുകളിൽ കൊണ്ടുവച്ചിട്ട് രണ്ടാമത് നമ്മൾ പോവും. പുള്ളി കൊണ്ടുപോകട്ടെ. നമ്മളെ കൂടെ കൊണ്ടുപോകാമെന്ന് എന്തോ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ് പുള്ളി പറഞ്ഞതെന്ന്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ട്രിപ്പിനെ അതിമനോഹരമാക്കിയ ഉത്തരാഖണ്ഡിനോട് ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. പക്ഷെ വരും കേട്ടോ. ഈ ഒരു സൈഡിലേക്കാണോ വരുന്നത്, ഡെറാഡൂൺ അങ്ങനെ അങ്ങോട്ടെങ്കിലും. ഉത്തരാഖണ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഡെറാഡൂണൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ക്യാപിറ്റൽ സിറ്റി ഉത്തരാഖണ്ഡിന് 2 ക്യാപിറ്റലാണുള്ളത്, ഡെറാഡൂണും അതിനെന്തോ വിൻ്റർ സ്റ്റേറ്റിനായിട്ട് ഡെറാഡൂണും, സമ്മർ സീസണിന് ഞാനോ പേര് മറന്നുപോയി. ഡെറാഡൂൺ കുറച്ച് ഫേമസ് അല്ലേ, അപ്പോൾ ചിലപ്പോൾ ഡെറാഡൂണിലോ ഒക്കെ നമ്മൾ പോവും. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഒരിക്കൽ കൂടി വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഴ സമയത്താണ് ഇവിടെ ഭയങ്കര ഇതെന്താ കേട്ടോ, സീസണും കൃഷികളും മഞ്ഞും ഒക്കെ ആയിട്ട് നൈസ്. നമുക്കോട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു, ഇങ്ങനെ ഒന്ന് വിളിച്ചോട്ട് പോകാൻ. ഇത്രയും നാളെ കണ്ടു ഞാൻ അറിഞ്ഞില്ല. എൻ്റെ അമ്മ തളർന്ന് പണ്ടാറക്കാലം നടക്കാൻ തുടങ്ങുമ്പോൾ ഞാനും കരുതിയില്ല ഇത്ര ഉണ്ടാവുമെന്ന്. സ്കൂട്ടർ ഇട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് സ്കൂട്ടറിൽ ഞങ്ങൾ രണ്ടും ഇനി വന്നാൽ മതിയായിരുന്നു.
यहाँ पर वो करना ട്രിപ്പ് അടിക്കാന്നോ കേട്ടാ കാണാൻ പറ്റൂല അമ്മ. ഓക്കെ കേട്ടാ ഞങ്ങൾ പോന്നു കേട്ടാ. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് എന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും നടന്നൊന്നോട്ട് പോസ്റ്റ് ഓഫീസ് കാണാൻ പറ്റി. എന്നെ സ്കൂട്ടറിൽ ഞാക്കിത് താഴ്ന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പറഞ്ഞു നിന്നെ കൂടെ കയറ്റിക്കൊണ്ട് വരാമെന്ന്. എൻ്റെ കൊച്ചു തളർന്നു പോയി. അവിടെ കൂടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നൂടായിരുന്നു. ഹിമാലയയുടെ വ്യൂ നോക്കിയേ. പിന്നെ ഹിമാലയ പോകണ്ട കേട്ടാ, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും ദൂരം വരെ എൻ്റെ വന്നു. Thank you so much. ഓക്കെ Welcome again. Thank you. ഓക്കെ ഓക്കെ. അപ്പോൾ പോവാം നമുക്ക്. തിരിച്ചാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യല്ലേ. ഇനി നേരെ നമ്മൾ കാറ് സർവീസിന് കൊടുക്കുകയാണ്. നമ്മൾ ഈ ചുരം ഇറങ്ങി താഴെ ഉള്ള ജംഗ്ഷനിലുണ്ടെന്ന് പറഞ്ഞു. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് പോവാണ്. എവിടെ ചെന്ന് എത്തുമെന്ന് അറിയില്ല, സർവീസ് ചെയ്തപ്പോൾ കിട്ടുമെന്നറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ വെയിൽ നോക്കിയേ. ഇനിയിപ്പോൾ ഇത് ഇറങ്ങി നമ്മൾ ചെല്ലുന്നിടത്ത് മഞ്ഞായിരിക്കും, മൂടിക്കെട്ടിയ മഞ്ഞായിരിക്കും. അന്ന് രാത്രി നമ്മൾ ഈ കാട്ടിൽ കൂടെയും ഈ റോഡിന് വീതിയില്ലാത്ത റോഡിൽ കൂടെയും ഒക്കെയാണ് വന്നത്. കുരങ്ങന്മാരിരിക്കുന്നത് ഒന്നും കണ്ടില്ലായിരുന്നു അന്ന് രാത്രി. എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി കണ്ടു പോകുന്നത്. ഇത്രയും കാടും മരങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഈ ഒരു വിൻ്റർ സീസണിൽ എന്തുകൊണ്ടാണ് ഇവിടെ പുക പോലെ മഞ്ഞില്ലാത്തത്? ഈ മരങ്ങളൊന്നുമില്ലാതെ വലിയ റോഡുകളും ബിൽഡിങ്ങുകളിലും സൈഡിൽ പുക മഞ്ഞ്. വാട്ട് ഈസ് ദിസ്? സൂര്യൻ്റെ ചൂട് കാരണം കേട്ടോ, ഭയങ്കര കത്തി ചൂടാണ്. ഉള്ള സമയം നല്ല കാര്യമായിട്ട് വെയിലുണ്ട്, നമ്മൾ പൊള്ളി പോണ ചൂടാണ്. ഇവിടെ ഞാൻ മറ്റേ പോട്ട്സ്, അതായത് മൂൺ പോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടു കേട്ടോ. മറ്റേ ടെൻ്റ് ഉണ്ടല്ലോ, ടെൻ്റ് പോലത്തെ സംഭവമാണ് പോട്ട്സ്. ചെറിയ ഒരു സെറ്റപ്പ്. ഇതിന് ടോയ്ലറ്റൊക്കെ പബ്ലിക്കാണെന്ന് തോന്നുന്നു. ഒറ്റ കോമൺ ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ. പോകുന്ന വഴിക്ക് ഇതുപോലെ ചായക്കടയും മാഗി കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളന്ന് വന്നപ്പോൾ ഈ സൈഡിലുണ്ട്. വന്നപ്പോൾ കയറാൻ ഇരുട്ടിപ്പോയി. എന്ത് ഭംഗിയെന്ന് നോക്ക്, ലൈറ്റൊക്കെ എന്ത് രസമായിട്ട് നിൽക്കണമെന്ന്. ഒക്കെ ഫുൾ റിസോർട്ടുകളും ഹോട്ടൽസും ഹോം സ്റ്റേസും ഒക്കെ കേട്ടോ. ഇവിടെയൊക്കെ രാത്രി കുറച്ച് ഹൈറ്റിലുള്ള റിസോർട്ടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര വ്യൂ ആണ്. ഇത് നമ്മൾ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഇങ്ങനെ വന്ന് 40 കിലോമീറ്റർ 30 കിലോമീറ്ററോളം ഇങ്ങ് താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കൂടുതലും ടൂറിസ്റ്റുകൾ റൂമൊക്കെ എടുക്കുന്ന സ്ഥലം. ഇതെല്ലാം ഹോം സ്റ്റേ ഒക്കെ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ റിസോർട്ട് ഓണർ ദീപക്കിൻ്റെ വീട്, ബുവാലി എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ മുകളിലൊക്കെ റിസോർട്ടുകൾ ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ മുകളിലൊക്കെ എടുത്താൽ രാത്രിയുള്ള വ്യൂ ഭയങ്കരമാണ്. രാത്രിയും പകലും അതെ, നല്ല വ്യൂ ആണ്. ഇതൊരു കുഞ്ഞ് ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ദൂരം 30 കിലോമീറ്റർ വന്നപ്പോൾ ഒരു ചെറിയ ടൗൺ വന്നിട്ടുണ്ട്. അവരുടെ മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഹവാലി അല്ലെങ്കിൽ അൽമോറയാണ്. ഹവാലി എന്ന് പറയുന്നത് താഴെയും അൽമോറ മുകളിലുമാണ്. ഒക്കെ പൊക്കത്തിലുള്ള റിസോർട്ടുകളാട്ടോ. ഇങ്ങനെ ഹൈറ്റിലുള്ള റിസോർട്ടുകളാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത്. ഇനി അങ്ങോട്ട് ഇതുപോലെ 2 സൈഡുകളിലും റിസോർട്ടാട്ടോ. നിറയെ റിസോർട്ടുകളാണ് ഇഷ്ടം പോലെ. ഇവിടേക്കാണ് കൂടുതൽ പേരും റൂം എടുക്കുന്നത്. കാരണം ഇവിടെ നിന്ന് എല്ലായിടത്തും പോവാൻ. അൽമോറ പോകാൻ കുറച്ച് ദൂരമുണ്ട്. പിന്നെ കാച്ചി ഡാം, പിന്നെ ഇവിടെ ഈ ഹൽദ്വാണി അവിടെ നിന്ന് കയറി വരാൻ എളുപ്പം. അത്രയും ദൂരം വന്നാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഈ ഒരു റൂട്ടിലാണ് കൂടുതലും റൂം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ബഹളമായിരിക്കും. നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ നമുക്ക് അൽമോറ പോകാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടെ എളുപ്പ റൂട്ടാണ് അൽമോറ. നമുക്ക് റിസോർട്ട് അങ്ങോട്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ വന്ന ഇത്രയും ഈ സ്ഥലം വരെയും റിസോർട്ടുള്ള റോഡ് സൈഡിൽ കുറവാട്ടോ. ഉള്ളിലോട്ടാണ് റിസോർട്ടുകളുള്ളത്. ഈ സ്ഥലം മുതൽ അങ്ങോട്ട് 2 സൈഡിലും റിസോർട്ടുകളും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ആയിട്ട് ഭയങ്കര ബഹളവും. പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാണ്ട് റോഡിലായിരിക്കും പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അന്ന് വന്നതിൻ്റെ അന്ന് സാറ്റർഡേ ആണ് നമ്മൾ വന്നത് അല്ലേ, സാറ്റർഡേ ആണ് വന്നത്. അപ്പോൾ ഭയങ്കര തിരക്ക്. 2 സൈഡിൽ കാർ ഇവിടെ പാർക്ക് ചെയ്തേക്കുമ്പോൾ
ഒരു സൈഡിൽ നിന്ന് കാറ് പോകുമ്പോൾ മറ്റു സൈഡിൽ നിന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതാണ് ഇവിടെയുള്ള ഫേമസ് കാഞ്ചി ഡാമിലേക്ക് പോകുന്ന വഴി. വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. നമ്മൾ ആ റൂട്ട് ഫുൾ 2 സൈഡിലും പൈൻ ട്രീസും ഒക്കെ ആയിട്ട് വലിയ ആൾവാസം കുറവാണ് കേട്ടോ. ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ ജനവാസം കൂടുതലാണ്. ആൾക്കാരും വണ്ടിയും ബഹളവും എല്ലാം റിസോർട്ടുകളാണ്. ഇവിടുത്തെ വ്യൂ കൂടുതലും ഭംഗിയാണ്. അതിനെക്കാട്ടി വ്യൂ ആട്ടോ നമ്മളെടുത്ത സ്ഥലം കുറച്ചുകൂടെ ഹൈറ്റിലാണ്, കുറച്ചുകൂടെ ഭംഗി. അത് ഗ്രാമപ്രദേശം കൂടെ ആയതുകൊണ്ട് ഈ ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ എടുത്തിരുന്നെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ലായിരുന്നു, അത് ഉറപ്പാണ്. വ്യൂ കിട്ടും, പക്ഷേ ആ ഒരു കാം ആൻഡ് ക്വയറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ഈ റോഡൊക്കെ നമ്മളന്ന് വന്നപ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പതിയെ കുറച്ചുകൂടെ താഴെ ആയിരുന്നെങ്കിൽ അനങ്ങുന്നുണ്ടായിരുന്നില്ല വണ്ടി, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, റോഡ് ഇത്രയേ ഉള്ളൂ, 2 സൈഡിലും പാർക്കിങ്ങുമായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഫുൾ ബ്ലോക്ക് ആവുന്നത്. വളവിലും തിരിവിലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിടുമ്പോൾ പിന്നെ റെസ്റ്റോറൻറ്റ്സ് നിറയുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പലരും നിർത്തും. ഇന്നിപ്പോൾ രാവിലെ ആയി വരുന്നതേ ഉള്ളൂ, 11 മണിയായി. എന്നിട്ട് ഇവിടെയൊക്കെ അടച്ചിട്ടേക്കുന്നു. അന്ന് നമ്മളൊന്ന് ഫുൾ തിരക്കായിരുന്നു. ബ്ലോക്ക് കണ്ടോ, രാവിലെ തന്നെ ബ്ലോക്ക്. ഇതുപോലെ ബ്ലോക്കിൽ കിടന്നാണ് നമ്മൾ വന്നത്. അത് ഒട്ടും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അത് താഴെയായിരുന്നു കുറച്ചുകൂടെ. അത് നോക്ക്, നല്ല ബ്ലോക്ക്. അവിടെ ഒരു മെയിൻ ജംഗ്ഷൻ. അപ്പൊ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വിടുന്നത് കൊണ്ടാണ് ഇത്രയും ബ്ലോക്ക്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാട്ടോ ഈ ഒരു ലേക്ക്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബ്ലോക്കിൽ കയറിയത്. അമ്മേ, ഇവിടെ ഒന്നും അനങ്ങിയിട്ടില്ല. ഈ റോഡ് വഴി വണ്ടി വിട്ടിട്ടില്ല, ഈ റോഡ് വഴി പോകാൻ പറഞ്ഞു. ഈ റോഡ് ഇവിടെ അങ്ങനെ കിടന്നു, മണിക്കൂറുകളോളം അങ്ങനെ കിടന്നു, 1.5 മണിക്കൂർ കിടന്നു. ഈ ലേക്കിൻ്റെ പേര് അപ്പുറത്ത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. യെസ്, ബിംതാൾ ലേക്ക് എന്നാണ് ഈ ഒരു ലേക്കിൻ്റെ പേര് കേട്ടോ. നമ്മൾ വന്ന വഴി തിരികെ ഇറങ്ങുക കേട്ടോ. ഭംഗി നോക്കിയേ, ആഹാ, നല്ല രസമുണ്ടല്ലേ. പക്ഷെ മരങ്ങൾ കാരണം ഒന്നും കണ്ടുകൂടാ. നോക്കിയേ മഞ്ഞാണെന്ന് തോന്നണല്ലേ. താഴെ മഞ്ഞ്, മുകളിൽ മഞ്ഞില്ല. നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് പോകാനായിട്ടൊരു 9 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും വെയിലൊക്കെ പോയി, മഞ്ഞൊക്കെ വന്നത്. മഞ്ഞായിട്ടില്ല എങ്കിലും വെയിലൊക്കെ പോയി കേട്ടോ. ഞങ്ങൾ ഹൽദ്വാനിക്ക് അടുത്തുള്ള ടൊയോട്ടോയുടെ സർവീസ് സെൻറ്ററിൽ വന്നു. അവരിപ്പോൾ തന്നെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. കാർ സർവീസിന് കയറ്റി, ജസ്റ്റ് വന്നതേ ഉള്ളൂ. ബാഗും നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അവിടെ കസ്റ്റമർ സർവീസ്, ഐ അപ്രിഷ്യേറ്റ് ദാറ്റ്. വന്ന ഉടനെ ചായ വേണോ കോഫി വേണോ, നമുക്കൊരു റൂമൊക്കെ തന്ന് ഇവിടെ വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീകരണം കേട്ടോ. നമ്മൾ എന്തായാലും 1 മണിയായി. ഇപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോഴൊരു കോഫി കൊണ്ട് തന്നു. കോഫി വേണോ ചായ കൊണ്ട് തന്നു. കോഫി വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചായ മതി എന്ന് പറഞ്ഞു. നമ്മുടെ കാറിന് മുകളിൽ പൊക്കി കയറ്റി നിർത്തിക്കുന്നത് നോക്കിയേ. പോവാം, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇന്നലെ ഉള്ള പൊട്ടറ്റോ എല്ലാം കൂടെ വാരി കഴിച്ചിട്ട് ഇവിടെയൊക്കെ വേദനിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല സത്യമായിട്ടില്ല. എനിക്കിങ്ങനെ ഗ്യാസ് കയറുമ്പോഴേ ഇവിടെയൊക്കെ ഇല്ല, സത്യമായിട്ട് കുഴപ്പമില്ലേ. ഇല്ല, ഇവിടെയൊക്കെ എനിക്കിങ്ങനെ ഒരുമാതിരി വേദനയല്ലേ, എന്തോ ഒരു സാധനം ഇങ്ങനെ ഇവിടെ വന്നിരിക്കും പോലെയൊക്കെ ഫീൽ ചെയ്യും. ഓട്ടോ വിളിച്ച് പോവാം. വേറെ KFC നോക്കി വന്നതാണ്. ഇവിടെ KFC ഒന്നുമില്ല. അങ്ങോട്ട് പോണില്ല, നമ്മളിങ്ങോട്ട് 18 മിനിറ്റ്സ്. അവിടെ ജസ്റ്റ് 3 കിലോമീറ്ററിൽ കപ്പലണ്ടിയൊക്കെ വയ്ക്കണ കണ്ടേ. ഓട്ടോക്കാരൻ എളുപ്പം ചോദിക്കും 250 രൂപ. ഷെയർ ഓട്ടോ ആയിരുന്നെങ്കിൽ 10 രൂപ എടുത്താൽ മതി. ചോദിച്ചു പോണതിന് ഇവിടുന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ ആണ് മെയിൻ സിറ്റി കേട്ടോ. ഈ സർവീസ് സെൻ്ററിൽ നിന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ ആണ് മെയിൻ സിറ്റി. 30 രൂപ കൊടുത്താൽ 3 പേർക്ക് 30 രൂപ എന്ന് പറഞ്ഞു. അത് വലിയൊരു റേറ്റില്ല. ഞങ്ങൾക്ക് 300 രൂപയെന്ന്. അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ലേ ശിങ്കാര, അത് വാട്ടർ ചെസ്റ്റ്നട്ട് ആണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അത് വേവിച്ച് വെച്ചിരുന്നതാണെന്നും കമൻറ്റ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. വറുത്ത കപ്പലണ്ടി ഉണ്ട്, അത് വാങ്ങിക്കണം. ഫുഡും കഴിക്കണം. വേറെ KFC നോക്കി വന്നതാണ്. KFC ഇല്ല. അങ്ങോട്ട് KFC ഉണ്ടെന്ന്, അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് മെയിൻ ജംഗ്ഷൻ. അവിടെ പോയി വേറെ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. വന്ന വഴിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബിറിയാണി, ചിക്കൻ ബിറിയാണി ആണോ ഇവിടുന്ന് വാങ്ങിച്ച് തിന്നോണ്ട് പോയാ നമ്മൾക്ക് വരാൻ കുറച്ച് സമയം എടുത്ത് ബ്ലോക്കായിട്ട്. അപ്പം സിറ്റിയാണ്, നല്ലൊരു വലിയ സിറ്റി. ഭാഗ്യം കേട്ടോ ഇവിടെ സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് 90 കിലോമീറ്റർ പോകണം. ബെരേലി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വൈകിട്ടാവും. അതുപോലെ കിലോമീറ്ററും വീണ്ടും 90 ആവേയില്ലേ. നമ്മളിവിടെ ഹൽദ്വാനി മെയിൻ ജംഗ്ഷനിൽ വന്നിറങ്ങി. ഓക്കെ, ഇനി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക. എവിടെയെങ്കിലും ഒന്നും കണ്ടില്ല. അങ്ങ് അപ്പുറം ഒരെണ്ണം കണ്ടു.
പക്ഷെ അതും കുറച്ച് ദൂരമാണ് കേട്ടോ. പിള്ളേരെ കണ്ടിട്ട് ചോദിച്ചു എവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവരെ കൂടെ ചെല്ലാൻ പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്യാം. കാരണം കാറ് കിട്ടാൻ എന്തായാലും 4 മണിയാവും. ഇങ്ങോട്ടുണ്ടോ പോണേ? എനിക്ക് കാല് കഴിക്കും. രാവിലെ അത്രയും നടന്നിട്ട് കാലൊന്നും അനക്കാൻ കൂടി വയ്യ. हाँ घूमने के लिए अगर आपको डोसा खाना है ना तो यहाँ बहुत अच्छा डोसा मिलता है। डोसा ദോശ കഴിക്കുന്നോ? अगर खाना खाना है रास्ते ആ വേറെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. പക്കോടയും പിക്കോടയും ഒക്കെ ഇരിക്കണം. ഹൽവ, ജിലേബി. एक बार ट्राई करके देखो, अच्छा है। ഓക്കെ ഓക്കെ. ये फेमस है, मसाला बढ़िया लगता है। ഇവിടുത്തെ ദോശ നല്ലതാണ്. അവിടെയും ദോശയുണ്ട്. वो थोड़ा कॉस्टली होगा बट ये कम कॉस्टली पर ये ഓക്കെ സ്പെഷ്യൽ ക്യാ ഹേ? स्पेशल तो ऐसा कुछ नहीं है। मिठाई रोटी, वगैरह रोटी। हाँ रोटी वगैरह सब कुछ होगा। ദോശ വേണോ? അത് വേണോ? ദോശ കഴിക്കല്ലേ? താങ്ക് യു. ബൈ. താങ്ക് യു. അവർ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നു കേട്ടാ. പാവം. മദ്രാസി മസാല ദോശ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളെ പറ്റിക്കാനാണ്, ഇവരെ പറ്റിക്കാനുള്ള കടയാണോ എന്താണെന്ന് നോക്കാം. ഒറിജിനൽ ദോശയാണോ നമുക്ക് നോക്കാം. ദോശ ബട്ടർ നെയ് റോസ്റ്റ് ദോശ, റവ ദോശ. ഏത് ദോശ है? टाइम ओके ओके. अभी तो चीज़ डोसा है और एक चीज़ मसाला, दो चीज़ बटर मसाला डोसा. ഏട്ടനെന്ത് വേണമെന്ന് പറ. ओनियन डोसा ओनियन पनीर ओनियन ഉണ്ട് ഓണിയൻ ദോശ. एक पनीर ओनियन डोसा, एक ओनियन डोसा, एक चीज़ मसाला डोसा, एक चीज़ बटर मसाला डोसा. ओके. एक चीज़ बटर मसाला डोसा, एक अनियन डोसा, एक अनियन पनीर डोसा. ലെമൺ റൈസ്, കേസർ ഹൽവ ഒക്കെ ഉണ്ട്. ഇതേ ദോശ വന്നിട്ടുണ്ട്. ഓ സ്പൂണൊന്നും വേണ്ട, നമ്മൾ കേരളം എന്ന് വന്നത്. നമ്മളവിടെയാണ് ഇവർ ദോശ, ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് പറയുന്ന അടിപൊളി ദോശ എന്നാണ്. തിന്നു നോക്കട്ടെ അവരെ പറ്റിക്കാണോ. ദോശയുടെ ടേസ്റ്റ് ഉണ്ട്. സാമ്പാറിലും എന്തോ ഒരു ചക മറ്റേ എണ്ണേരയാണെന്ന് തോന്നുന്നു. ചമ്മന്തിയും കൊള്ളാം. ടൊമാറ്റോ ആയിരിക്കും. ടൊമാറ്റോ ആണ് തോന്നുന്നു. കൊള്ളാം കേട്ടോ. ഞാൻ പനീർ അണിയൻ ദോശയാണ് പറഞ്ഞത്. പനീർ ഞങ്ങൾക്ക് പനീറും ഓണിയനും ഉണ്ട്. കൊള്ളാം. കുറേ ദിവസമായി ദോശയൊക്കെ തിന്നിട്ട്. ഞാനൊരു എന്താ കേസർ ഹൽവയുടെ പറഞ്ഞേ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കേസരി, ഇതിനാണ് കേസർ ഹൽവ എന്ന് പറഞ്ഞത്. കഴിച്ചപ്പോൾ ഞാൻ ഇത് ലേറ്റ് ആവുമെന്ന് എഴുതി പറഞ്ഞത് ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. കേസരി ഞാൻ കരുതി വേറെ എന്തോ ആണെന്നതാണ് കേസർ ഹൽവ. കേസരിയുടെ ടേസ്റ്റ് തന്നെ, പക്ഷെ കൊള്ളാം. മധുരമൊക്കെ കുറച്ചേ ഉള്ളൂ. അത് ഇത് കഴിക്കട്ടെ. ഞാൻ വേറെ എന്തോന്ന് അരിയാണ് ഓർഡർ ചെയ്തത്. വേറെ ചീസ് ബട്ടർ മസാല ദോശയാണ് പറഞ്ഞത്. പ്ലെയിൻ ചീസ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞാലല്ലേ. ആ മസാലകൾ കൂട്ടി കഴിച്ചു നോക്കും. മസാല ഒക്കെ കഴിച്ചു നോക്കും. ദോശ നല്ല ക്രിസ്പി. ഒരു ക്ലൈമറ്റിൽ അങ്ങനെ ദോശ പുളിപ്പിച്ചെടുക്കുന്നു ആവോ. കൊള്ളാം അല്ലേ. ഇനിയും സാമ്പാർ ആ എണ്ണയുടെ ഒരു ഇതൊഴിച്ച് ബാക്കി കൊള്ളാം കേട്ടോ. നല്ല നിറയെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് ഇത്രയും ബട്ടറാണ് വേണ്ട. ദോഷം വരാതിരിക്കാൻ, കളക്കി കണ്ണ് തട്ടാതിരിക്കാൻ. ജിലേബി ലഡു ഒക്കെ ഉണ്ട് കേട്ടോ.
ദോശ കൊള്ളായിരുന്നു. വേദയുടെ ചീസ് ദോശ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ മസാല ഉണ്ടായിരുന്നു. കപ്പലണ്ടി വാങ്ങിക്കണം. ഇത് ബട്ടറൊക്കെ ഉണ്ടല്ലോ. എത്ര രൂപയായില്ല കൂടെ? 560 അപ്പൊ പിന്നെ കുഴപ്പമില്ല. ബട്ടറൊക്കെ അല്ല, നമ്മുടെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റില് ഗീ ദോശ പറഞ്ഞാൽ ഗീ ഏതെങ്കിലും ഒരു സൈഡിലേ കാണും. ഇത് ഇത്രയും ബട്ടർ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്തോണ്ട് നഷ്ടമില്ല. കിലോ ക്യാ ഹേ? വാൾനട്ട്. ഇത് വാൾനട്ട് ആണ്. एक किलो. ആ പൊളിക്കുമ്പോ ഒന്നും കാണൂല. വാൾനട്ട്, നല്ല വാൾനട്ട്. ഓപ്പൺ. ഇടിച്ച് പൊട്ടിക്കണം. വാൾനട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് വാൾനട്ട്. ഗൂഗിൾ പേ? भैया ये ना നെട്ടയത്തോട് 1 കിലോ വാങ്ങിച്ചേ. 1 കിലോ നമുക്കും 1 കിലോ നെട്ടയത്തും വാങ്ങിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ് സാധനം. കപ്പലണ്ടിയും കൂടെ വാങ്ങിച്ചിട്ട് പോവാമേ. ഓട്ടോ കയറി പോവാം. ഇവിടെയൊക്കെ നിറച്ച് കപ്പലണ്ടി വറുത്തോണ്ടിരിക്കുന്നുണ്ട്. വറുത്ത കപ്പലണ്ടി. ഫ്രൂട്ട്സ് മാർക്കറ്റാണോ തോന്നുന്നു. കരിക്കിരിക്കണ് കുറേ ദിവസം ശേഷം. ഡേറ്റ്സ് അല്ല, ഡേറ്റ്സ് അല്ല. റാസ്ബെറി. ഡേറ്റ്സ്, ഡേറ്റ്സ്. റാസ്ബെറി. റാസ്ബെറി എന്നത് വാങ്ങിട്ട് അത് ശരിക്കുള്ള റാസ്ബെറി അല്ല. ഇവിടെ ഉള്ളവരെ പറ്റിക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കാം. ഈ നാരങ്ങയാണ് അവിടെ എല്ലാ വീടുകളിലും കണ്ടത് കേട്ടോ. വലിയ നാരങ്ങ, അച്ചാറിടുന്ന നാരങ്ങ. അങ്ങനെ എന്തെന്ന് പറയണത് പേരും പറഞ്ഞു. അയ്യോ, കപ്പലിന്റെ കാരന്മാരെ ഇങ്ങോട്ട് വന്നപ്പോ ഇഷ്ടംപോലെ കണ്ടു. ഇപ്പൊ ഒരെണ്ണത്തിന് പോലും കാണാനില്ലല്ലോ. कितना रुपये? 250 gram 60 rupees. ഇങ്ങനെ ഇപ്പൊ കഴിക്കാൻ ഭയ്യ 30 rupees. ഇപ്പൊ കഴിക്കാം. കൊണ്ടുപോകാൻ അല്ലാതെ വാങ്ങിക്കും. എന്നെ കൊണ്ടുപോകാൻ വേണോ? വൺ kg 220. അപ്പോൾ 1 കിലോ വാങ്ങിക്കാം. ഞാൻ നെട്ടയത്തേക്കൊന്നും ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതും കപ്പലണ്ടി വേറൊന്നും വാങ്ങിക്കുന്നില്ല. ഇനി നമ്മൾ ഒരിടത്ത് ഇറങ്ങുന്നില്ലല്ലോ, നേരെ വീട്ടിലേക്കല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇഷ്ടം. അല്ലാതെ അവിടെ നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് അവിടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. അയക്കാ ഹേ മസാല സോൾട്ട്. ഇതിൻ്റെ വലിപ്പം നോക്കും. നല്ല വലിയ കപ്പലണ്ടി അല്ലേ. മണ്ണിലിട്ടാണ് വറുക്കുന്നത്. ഇത് വെയിറ്റ് ഇല്ല. നമ്മളൊരു ഓട്ടോ കയറിയിട്ട് അവർ ഷെയർ ഓട്ടോ ആണെന്ന് തോന്നുന്നു. വേറെ ആളെ കയറ്റിയേ പോവുള്ളൂ. ഇനി ആരും കയറ്റുമെന്ന് തോന്നണില്ല. ഇനി സ്ഥലമില്ലല്ലോ. ഷെയറിങ് ഓട്ടോ ഉണ്ട്. ഹാപ്പി? വേണ്ട, ഇനി KFC കിട്ടണം. വേദയ്ക്ക് ഹാപ്പി ആവണം. നമ്മൾ 3 പേരും ബാക്കിൽ ഫ്രണ്ടിൽ 3 പേര്. ഷെയറിങ് ഓട്ടോ എത്ര രൂപയാന്ന് നോക്ക്. നമ്മൾ 30 രൂപ 3 പേർക്ക്. ഒരാൾക്ക് 10 രൂപ വെച്ച്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ 30 രൂപ. വലിയ കത്തിയല്ല കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. ഇവിടെ പെട്രോളിന് 92 രൂപയുള്ളൂ. UK-ക്കാട്ടി റേറ്റ് കുറവാട്ടോ ഉത്തരാഖണ്ഡിൽ. 92 രൂപയുള്ളൂ പെട്രോളിന്. UP-ൽ 95 അടുപ്പിച്ചുണ്ട്. 95 പോയിന്റ് സംതിങ്, 95, 96. ഓരോ സ്ഥലത്ത് ഓരോ ഇത് വെച്ചു. ഒരു ഇതും 92, 93 അതിനുള്ളിൽ. നമ്മൾ
നമ്മൾ ടൊയോട്ടയുടെ സർവീസ് സെൻറ്ററിൽ വീണ്ടും ഓട്ടോ കയറി വന്നിട്ടുണ്ട്. ഇനി ഉറങ്ങാം, അവിടെ ഇരുന്ന് ഉറങ്ങാം. നമുക്കൊരു റൂമൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് ഉറങ്ങാം, കിടക്കാം, ഫോൺ കാണാം അല്ലേടാ. സോ നമ്മുടെ കാറ് സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്ര നീറ്റായിട്ടൊന്നും അല്ല സർവീസ് ചെയ്തിട്ടുള്ളത്, അത്ര വൃത്തിയൊന്നും ആയില്ല. എങ്കിലും നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് 3:30 ആയപ്പോൾ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഒരു 6-7 മണിക്ക് എവിടെയാണോ സ്റ്റോപ്പ് കിട്ടുന്നത്, റൂം കിട്ടുന്നത്, അവിടെ റൂം എടുക്കും, സ്റ്റേ ചെയ്യും. ഡബേ തിരുവനന്തപുരം എത്തണം. തിരുവനന്തപുരം എത്തിയിട്ട് വേണം. നമ്മുടെ ചിമ്മയുടെ 7ാം മാസം ഉണ്ട്, കുറേയേറെ പരിപാടികളുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തണം. ഇന്ന് പക്ഷെ നമുക്കിനി അധികം പോകാൻ പറ്റില്ല. ഇവിടെ ബരേലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് UP-ക്കും ഉത്തരാഖണ്ഡിൻ്റെയും ബോർഡറാട്ടോ. അപ്പോൾ അവിടെ എവിടെയല്ലേ റൂം എടുക്കൽ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഉത്തരാഖണ്ഡിൽ 92 പെട്രോളിൻ്റെ ചാർജ്. ഒരാളെ കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ കാറിന് എത്ര മൈലേജ് ഉണ്ടെന്നൊന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ മൈലേജ് ഉള്ളത് 21 ആണ്. കാരണം കൂടുതൽ കിട്ടും. കാരണം ഏട്ടൻ്റെ ചവിട്ടെന്ന് പറഞ്ഞാൽ 180-160 160-ഒക്കെയാണ് പോകുന്നത്. ഞാൻ ഇവിടെ കിടന്ന് വിളിക്കും കേട്ടോ, അങ്ങനത്തെ പോക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് മൈലേജ് കിട്ടാത്തത്. ഞങ്ങൾ തിരുപ്പതിയിലൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് 25 കിട്ടിയായിരുന്നു മൈലേജ്. വളരെ പതുക്കെ എന്ന് പറഞ്ഞാൽ 100-ലൊക്കെ 100-നകത്തുള്ളത് ഇതിൽ സ്പീഡിന് പോയപ്പോൾ ഞങ്ങൾക്ക് 25 മൈലേജ് കിട്ടി. നോക്കിയ 3:30 മണിയേ ആയിട്ടുള്ളൂ. മുകളിലത്തേൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്ലൈമറ്റ്. ജസ്റ്റ് താഴെ ഇറങ്ങിയതും ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടോ. തണുപ്പ് നല്ലതുപോലെ ഉണ്ട്. ഉത്തരാഖണ്ഡിൽ നല്ല തണുപ്പാണ്, വെയിലാണെങ്കിലും. പക്ഷേ ഇവിടെ ഇപ്പോൾ വെയിലൊന്നുമില്ല. 3:20 മണിയായിട്ടേ ഉള്ളൂ, സമയം അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ കേരളവും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി, 3:30 മണിക്കുള്ള വ്യത്യാസം. സോ നമ്മൾ ഷാജഹാൻപൂർ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് റൂം എടുത്തു. അതായത് നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ വരും അല്ലേ, 200-250 കിലോമീറ്ററിനുള്ളിൽ വരും. അത്രേ നമുക്ക് ഓടിയെത്താൻ പറ്റുള്ളൂ. വേണമെങ്കിൽ എത്താം, പക്ഷെ മഞ്ഞും കാരണങ്ങളൊക്കെ ആയിട്ട് ഒരു 7 മണിയായപ്പോൾ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തു. ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രീറ്റാണ്, ഭയങ്കര ഒരു കുഞ്ഞ് സ്ട്രീറ്റ്. അവിടെ അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ റൂം കിട്ടി. അതിന് വലിയൊരു കാര്യം കേട്ടോ. നല്ല കുഴപ്പമില്ല. കാറൊക്കെ പോകാൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥലം. എന്തായാലും ഇത്ര നല്ലൊരു റൂം ഇവിടെ കിട്ടിയത് മഹാഭാഗ്യം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തൊട്ട് താഴെ ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട്, കാരണം രാവിലെ കറങ്ങി നടക്കാൻ വയ്യ. ഇത് മെയിൻ NH നിന്ന് കുറച്ച് ഒരു 8 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഒരു ഹോട്ടൽ. അല്ലാതെ NH-ലൊന്നും ഒരു മനുഷ്യരും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് രാവിലെ പോകുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് 7:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബോഫയും കഴിച്ചിട്ട് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പോകാമെന്നും പറഞ്ഞ പ്ലാൻ കേട്ടോ. ഇതിൻ്റെ പുറത്ത് കാണിച്ചു തരാവേ. ഈ ഇത്രയും വലിയൊരു ഹോട്ടലിൻ്റെ പുറം ഭാഗം ഇതാണ് അവസ്ഥ. നിങ്ങൾ കാറും കൊണ്ടുവന്ന് കുറച്ച് സമയം ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടി. മഞ്ഞുണ്ട്, തൊപ്പി എടുത്തില്ല. തണുക്കണം. ഇവിടുത്തെ കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോൾ പയ്യനും ചെറുക്കനും ഇവിടെ ഫുൾ ബ്ലോക്കൊക്കെ ആയിരുന്നു. സ്ഥലമുണ്ട് കാർ പാർക്കിങ്ങിനൊക്കെ, പക്ഷെ റോഡൊക്കെ വളരെ കുഞ്ഞ്. ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടി ഇവിടെ വരുമ്പോൾ ഫുൾ ബ്ലോക്ക്. നമ്മൾ വന്നപ്പോൾ ഫുൾ ബ്ലോക്കായിരുന്നു. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കണം തോന്നുന്നു. പോയിട്ട് വരാം അങ്ങോട്ട്. ഇതുവരെ ഒരു ചായ പോലും കുടിച്ചില്ല. അത് തന്നെ ഉണ്ടെങ്കിലും പോയിട്ട് വരാം. ചായ ഒന്നും കുടിച്ചില്ല. അപ്പോൾ ചായയൊക്കെ കുടിക്കാം. ഡിന്നർ കഴിക്കാനുള്ള സമയമായി, ഡിന്നർ കഴിക്കാം. അപ്പോൾ അതിനകത്താണ് പ്രോഗ്രാം. ഇത് അമ്പലോ, അത് ഭജന എന്തോണെന്ന് തോന്നുന്നു. പൊറോട്ട റൊമാലി റൊട്ടി. ഞാൻ കരുതി പൊറോട്ട മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന എൻ്റെ പഴം. ഞാൻ കരുതി പറാട്ടേ. ഷവർമ ഉണ്ടാക്കുന്നേ, ഷവർമ. ചിക്കനൊന്നും വേണ്ട, ഷവർമ. ഇവിടെയൊക്കെ പീസ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞു ടൗണാണ്, ഒരു കുഞ്ഞു ടൗൺ. പക്ഷെ പീസ സെൻ്ററൊക്കെ കണ്ടു കേട്ടോ. പാനിപൂരി, ബജി, പാവ് ബജി, അതൊക്കെ ഹോട്ടലാണ്. അല്ല, ഇവിടെയൊക്കെ ഹോട്ടലുണ്ട്. ഹോട്ടൽ സത്യം. ഇതാണ് ഇവിടുത്തെ മെയിൻ സിറ്റി എന്ന് തോന്നുന്നത്. പാനിപൂരി, പാവ് ബജി വേണ്ട, എനിക്കൊന്നും വേണ്ട. പാവ് ബജി അല്ല, എന്താ ചാറ്റ്, പൊട്ടാറ്റോ ചാറ്റ്. പാനിപൂരി എന്തെങ്കിലും ആയിരിക്കും. ഗോൾ ഗപ്പ. എന്താ ലൈറ്റ് കത്തി കിടക്കുന്നത്? ചെരുപ്പ് കട, രാജസ്ഥാനി ചെരുപ്പായിരിക്കും. ഓ തണുക്കണ്ടേ, തൊപ്പി എടുത്തില്ല. തലക്കുറിത്ത് ഇതെടുത്തിട്ട് പൊന്നു
ചുമച്ച് നടക്കണുണ്ട്. എന്നിട്ട് ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടൗണാണ്, ചെറിയ ടൗണാണെങ്കിലും എല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങനെ ഒരു ടൗൺ. ഷാജഹാൻപൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിൽ വന്നേ. അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന പറഞ്ഞാൽ അങ്ങോട്ട് നടന്നപ്പോൾ ഒന്നുമില്ല. അങ്ങോട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ട് നടക്കാൻ രാവിലെയൊക്കെ നടന്ന് കാലൊക്കെ തന്നെ. അങ്ങോട്ട് പോണാ? നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ഉണ്ടെന്നോ? എനിക്കാണെങ്കിൽ കിടന്നോളാൻ വയ്യ. റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും കഴിക്കാണ്ടെന്നോ? അയ്യോ, ഒരു കാലൊന്നും മടങ്ങണില്ല. രാവിലെ ആ കയറ്റം കയറി വീട്ടിൽ പോയിട്ട് ട്രെഡ്മില്ലൊക്കെ നല്ല പോലെ നടക്കണം. അല്ലെങ്കിൽ ഒട്ടും നടക്കാൻ പോയി നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശ്വാസം മുട്ടണം. സ്വീറ്റ് കോൺ സൂപ്പ് 1/2. നോ സൂപ്പ്? സൂപ്പ് സൂപ്പേ? സ്വീറ്റ് കോൺ സൂപ്പ് 2/1. ഓക്കെ. വെജാണ്. വെജ് സ്വീറ്റ് കോൺ സൂപ്പ്. ദെൻ എഗ്സ്, വെജിറ്റബിൾ, സോർട്ടഡ് വെജിറ്റബിൾ അവൈലബിൾ. ഇവന്മാർക്കൊക്കെ കുന്തോ അറിഞ്ഞോണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ സർവീസ് വളരെ മോശമാണ് കേട്ടോ. ട്രോളി എല്ലാം ഞാനും വേദം കൂടിയാണ് മുകളിൽ കൊണ്ടുപോയത്. ഏട്ടൻ കാറ് പറിക്കാൻ പോയിരുന്നു. 2nd floor ആയിരുന്നു. ലിഫ്റ്റ് ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങളാണ് കൊണ്ടുപോയത്. ആദ്യം ഒരു ട്രോളി വെച്ചപ്പോൾ അത് ക്ലോസായി തനിയെ പോയിട്ട് താഴെ തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങളാണ് കൊണ്ടുപോയത്. ആരും കൊണ്ടുവച്ചൊന്നുമില്ല. ഇതൊക്കെ ചോദിച്ചപ്പോൾ ഉണ്ടോ എന്ന് നോക്കട്ടെ, അറിഞ്ഞൂടാന്ന്. പുറത്തുനിന്ന് ഇറങ്ങി കഴിക്കാമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. ഇവിടെയൊക്കെ നോൺ വെജിൻ്റെ ഏരിയ കേട്ടോ. ഇഷ്ടംപോലെ നോൺ വെജ് കടകളൊക്കെ കണ്ടു. सॉर्टेड वेजिटेबल एक चीज का स्वीट कॉर्न एक 1/2 വെജ് എത്ര പെട്ടെന്ന് സൂപ്പായ. ഇന്നലത്തെ സൂപ്പ് അങ്ങനെ തന്നെയുണ്ട്. കുടി നിറയെ കോണൊക്കെ ഇട്ടിട്ടുണ്ട്. കപ്പ് സ്പൂണൊക്കെ നോക്ക്, അതിലൊക്കെ പൊടിയിരിക്കുന്നു. വിഷുന്ന മുടിയാ? എക്സ്ക്യൂസ് മീ. ദൈവമേ, ഇവിടെയാണല്ലോ രാവിലെ. അത് ഇതിനെക്കാട്ടി പുറത്തുനിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. നാളെ ബ്രേക്ക്ഫാസ്റ്റും ദൈവമേ ഇവിടെ നിന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്പൂൺ ഇട്ട് കൊണ്ട് തന്നു. അപ്പോൾ പിന്നെ അഴുക്കായാലും അറിയില്ലല്ലോ. ചൂടുണ്ട്. കൊള്ളാമോ? കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തോടെ എൻഡ് ചെയ്യാം. ഏട്ടനല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സാലഡ് പറഞ്ഞിട്ടുണ്ട്, മിക്സ് അല്ലേ, സോർട്ടഡ് വെജിറ്റബിൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏട്ടനൊരു ഗാർലിക് നാനും ഒന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചീസ് ഗാർലിക് നാനും പറഞ്ഞിട്ടുണ്ട്. ഇത്ര തന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. ബാക്ക് ടു ട്രിവാൻഡ്രം. അപ്പോൾ ടാറ്റാ ബൈ.